ഓർഡർ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്സ് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ബിൽ ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന് ചട്ടം 79 ഭാഗികമായി സസ്പെൻഡ് ചെയ്യുന്നുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ ഇന്ന് തന്നെ പരിഗണനയ്ക്കെടുക്കുന്നതിനായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 79 ഭാഗികമായി സസ്പെൻഡ് ചെയ്യുന്നതിന് ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കുന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ചർച്ചയില്ല. ഇനി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പരിഗണനയ്ക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2026 കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ 2 മുതൽ 4 വരെയുള്ള വകുപ്പുകൾ ഭേദഗതിയില്ല. ഇനി 2 മുതൽ 4 വരെയുള്ള വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2 മുതൽ 4 വരെയുള്ള വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയിലില്ല. ഇനി 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്ന ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ 2 മുതൽ 13 വരെയുള്ള വകുപ്പുകൾ ഭേദഗതികളില്ല. ഇനി 2 മുതൽ 13 വരെയുള്ള വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2 മുതൽ 13 വരെയുള്ള വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയിലില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയിലില്ല. ഇനി 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ പാസ്സാക്കുന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ പാസ്സാക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പാസ്സായിരിക്കുന്നു.